നാരായണ നാരായണ നാരായണ. ശ്രീമന്നാരായണീയം ദശകം 36 പരശുരാമ അവതാരം. ഓം. ശ്ലോകം 1. ഓം അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിധ സ്വേനൈവ ചാന്തേവധം. പുരാ പണ്ട് ത്വം അങ്ങ് ഭഗവാനെ മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനോട് പറയാണ്. അത്രേഹേ പുത്രതയാ അത്രയുടെ പുത്രനായിക്കൊണ്ട് അനസൂയായ അനസൂയയില് ദത്താഭിധേ ദത്തൻ എന്ന പേരോട് കൂടിയിട്ട് ജാതഹ ജനിച്ചു. അവിടെ ദത്തൻ, ദുർവാസാവ്, ചന്ദ്രൻ ഇങ്ങനെ 3 പേര്. ദത്തൻ മഹാവിഷ്ണുവിൻ്റെ അംശമായിട്ടും, ദുർവാസാവ് മഹാദേവൻ്റെ ശിവൻ്റെ അംശമായിട്ടും, ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് ചന്ദ്രനും. അത്രി അനസൂയ ദമ്പതിമാർക്ക് ത്രിമൂർത്തികൾ പുത്രന്മാരായിട്ട് ജനിച്ചു. ദത്താത്രേയന്മാരെ എന്ന് 3 പേരെയും കൂടി പറയും. ദത്തൻ എന്ന് വിഷ്ണു, ദത്താത്രേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ആണ്. ഇനി അങ്ങനെയാണ് 3 ശിരസും 1 ഉടലുമായിട്ട് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് ചിത്രങ്ങളിലൊക്കെ കാണുക. ശിഷ്യനിബന്ധ തന്ത്രിതമന ഈ ദത്താത്രേയൻ അനവധി ശിഷ്യന്മാരോട് കൂടിയിട്ട്, 10,000-കണക്കിന് ശിഷ്യന്മാരോട് കൂടിയിട്ട് മഹായോഗിയായിട്ട് യോഗവിദ്യയൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെയാണ്. എല്ലാവിധ അറിവുകളും അറിയാവുന്നതായിട്ടുള്ള ഒരു ജ്ഞാനിയാണ്, ജ്ഞാനസ്വരൂപനാണ് ശരിക്കും. അപ്പോൾ ശിഷ്യന്മാർ ധാരാളമുണ്ട്. അവരുടെ ചില നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ശിഷ്യ നിബന്ധ തന്ത്രിതമന ശിഷ്യന്മാരിങ്ങനെ ചിലതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കാന്തയ സ്വസ്ഥ അതിന് വഴങ്ങിയിട്ട് ഈ ഭാര്യയോട് കൂടിയിട്ട്, ഭാര്യയുണ്ട്, ഒരു പത്നിയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഒരു ഉണ്ണിയുണ്ട്, ഒരു പത്നിയും ഒരു ഉണ്ണി ഉണ്ട്. അങ്ങനെ കാന്തയാ സ്വസ്ഥ ചരൺ എന്നിട്ട് അങ്ങനെ സഞ്ചരിച്ചു എന്നാണ്. അങ്ങനെ ഭാര്യയും കുട്ടിയായിട്ട് കുറേ കാലം നടന്നു. ഭക്തതമേന ഹേഹയ മഹീപാലേന ആ ഇടയ്ക്കാണ് ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള ഈ ഹൈഹയ കുടുംബം, അങ്ങനെ ഒരു രാജവംശമുണ്ട്. അത് യദുവംശത്തിൽപ്പെട്ട തന്നെയാണ്, ചന്ദ്രവംശത്തിൽപ്പെട്ട തന്നെയാണ്. ഭഗവാൻ കുതിരയായിട്ട് വന്ന് ലക്ഷ്മി കുതിരയായിട്ടുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള ഏകവീരനിലൂടെ വർദ്ധിച്ചു വന്നതായിട്ടുള്ള ഒരു വംശമാണ് ഈ ഹൈഹയ വംശം. അപ്പം അതിൽ ഉണ്ടായിട്ടുള്ള കാർത്തവീര്യാർജുനൻ ആ വംശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്ണു വംശമായിട്ടുള്ള രാജാവാണ്. അദ്ദേഹത്തിനെ പാലിക്കുന്ന സമയത്ത് ഈ ദത്താത്രേയന് ദൃഷ്ട കണ്ടു. അത് തപസ്സുകൊണ്ടുമാണ്, മറ്റു പല കാരണങ്ങളെ കൊണ്ടുമാണ് ഭഗവാനെ കാണാൻ സാധിച്ചത്. വിഷ്ണുവിനെ കണ്ട രീതിയിലാണ്. ഏതായാലും ഹേഹയ രാജാവിനേക്കാൾ ഈശ്വര ഭാവം കൂടുതലാണ് ജ്ഞാനിയായിട്ടുള്ള ഈ ദത്താത്രേയന്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തസ്മൈ ആ കാർത്തവീര്യാർജുനന് അഷ്ടൈശ്വര്യമുഖാൻ അഷ്ടൈശ്വര്യങ്ങൾ തൊട്ട് ഓരോന്നും വരങ്ങളായിട്ട് കുറേ വരങ്ങൾ കൊടുത്തു. വരാൻ പ്രദായ അഷ്ടൈശ്വര്യമുഖാൻ വരാൻ പ്രദായ അഷ്ടൈശ്വര്യം തൊട്ടുള്ള അനവധി വരങ്ങൾ, അറിവ് കൊടുത്തു. അപ്പോൾ അത് മുഴുവൻ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു അന്തേ സ്വേന ഏവ വധം ച ദദിധ ഹി ഒടുക്കം ഈ കാർത്തവീര്യാർജുനന് വിഷ്ണുവിനാൽ തന്നെ വധം എന്നും വരമായിട്ട് കൊടുത്തു. അപ്പോൾ സാധാരണഗതിയിൽ ഈ ദത്താത്രേയൻ തന്നെ ഇങ്ങനെ ഒരു വരം കൊടുക്കുമ്പോൾ അത്രയും ഉയർന്ന നിലയിലാണ് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല വിഷ്ണുവംശമായിട്ടുള്ള ഈ കാർത്തവീര്യാർജുനനാണ് കൊടുക്കുന്നത്. രാവണനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് കക്ഷത്തിൻ്റെ ഇടയിൽ വെച്ച് പിന്നെ ജയിലിൽ കൊണ്ടിട്ടു, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ വളരെ വലിയൊരു രാജാവാണ്. അതേപോലെ 500, 1000 കൈകളുണ്ട്. 1000 കൈയുള്ള ഈ കാർത്തവീര്യാർജുനൻ നർമ്മദാ നദി ഇങ്ങനെ തടഞ്ഞു നിർത്തി. അപ്പം അതിൽ ഒരിക്കൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി സ്ത്രീകൾ, അന്തഃപുര സ്ത്രീകൾ ഇങ്ങനെ ലീലയാടുന്ന സമയത്ത് ജലക്രീഡ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൈ വിട്ടപ്പോൾ
വെള്ളം ഒന്നിച്ചൊഴുകി. അപ്പോൾ അതിൽ ഈ രാവണൻ അവിടെ സന്ധ്യാവന്ദനം ചെയ്യായിരുന്നു. ഇത് കണ്ടില്ല. അപ്പോൾ ഒലിച്ചുപോയി. രാവണന് ചുണ്ടി വന്നു. ഇങ്ങനെ ഒന്നിച്ച് വെള്ളം വന്നതാരാ? അപ്പോൾ കാർത്തവീര്യാർജുനനാണ് അത് ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ ത്രിലോക വിജയിയാണ് രാവണൻ. അപ്പോൾ കാർത്തവീര്യാർജുനനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പോൾ യുദ്ധത്തിൽ ആകെ തോറ്റ് തുന്നം പാടി. വധിച്ചില്ല. കാരണം വധം തൻ്റെ കൈ കൊണ്ടല്ല എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ജയിലിലിട്ടു. പിന്നെ മുത്തശ്ശനൊക്കെ വന്നിട്ടാണ് രാവണനെ വിട്ട് കൊണ്ടുവന്നത്. ഏതായാലും ബ്രഹ്മാവും കൂടിയും പറഞ്ഞ സംശയമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ കഥ അവിടെ നിന്ന് സൂചിപ്പിച്ചു. അത്രേഹേ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്ത അഭിതഃ ജാതഃ ശിഷ്യനിബന്ധ തന്ത്രിതമനാഃ സ്വസ്ഥഃ ചരൻ കാന്തയാ ദൃഷ്ടഃ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ട ഐശ്വര്യമുഖാൻ പ്രദായ ദദിഥ സ്വേനൈവ ച അന്തേ വധം സ്വേനൈവ. പുരാത്വം അത്രേഹേ പുത്രതയാ അനസൂയായാം ദത്താഭിധേ ജാതഃ ശിഷ്യനിബന്ധ തന്ത്രിതമന കാന്തയാ സ്വസ്ഥഃ ചരൻ ഭക്തതമേന ഹേഹയമഹീപാലേന ദൃഷ്ടഃ തസ്മൈ അഷ്ട ഐശ്വര്യമുഖാൻ വരാൻ പ്രദായ അന്തേ സ്വേന ഏവ വധം ച ദധിഥ ഹി. അപ്പം അങ്ങനെ ഒടുക്കം ദാനം ചെയ്തു. വധത്തെ എൻ്റെ കൈ കൊണ്ട് തന്നെ, വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് വധം എന്ന് വരമായിട്ട് ദാനം കൊടുക്കുകയും ചെയ്തു എന്നാണ്. പണ്ട് അത്രി അനസൂയ പുത്രനായിക്കൊണ്ട് ഭഗവാൻ ദത്താത്രേയൻ എന്ന പേരിൽ ജനിച്ചു. ദത്താത്രേയൻ ദത്തനായിക്കൊണ്ട് വിഷ്ണുവംശമായിട്ടും ദുർവാസാവായിട്ട് ശങ്കരാംശമായിട്ടും ചന്ദ്രനായിട്ട് ബ്രഹ്മാംശമായിട്ടും ബ്രഹ്മാവിൻ്റെ അംശമായിട്ടും അങ്ങനെ ജനിച്ചു. ത്രിമൂർത്തികൾക്ക് ജന്മം കൊടുക്കാൻ ഭാഗ്യമുണ്ടായി ആ അത്രി അനസൂയ ദമ്പതിമാർക്ക്. അത്രയും ഭക്തിയാണ്. ആ ദത്താത്രേയൻ അനവധി ശിഷ്യന്മാരോട് കൂടിയിട്ടാണ് ജ്ഞാനസ്വരൂപനായിക്കൊണ്ട് ഈശ്വരൻ എന്ന നിലയ്ക്ക് തന്നെ ഇങ്ങനെ എന്നാ മഹർഷിയാണ്, മുനിയാണ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് നടന്നിരുന്നത്. അനവധി ശിഷ്യന്മാരുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശിഷ്യന്മാരോടുള്ള സ്നേഹവും സ്വതേ പ്രസിദ്ധമാണ്. അങ്ങനെ ശിഷ്യന്മാർ നിർബന്ധിച്ച് പറഞ്ഞു. പിന്നെ കല്യാണമൊക്കെ കഴിച്ചു. ഒരു ഉണ്ണി ഉണ്ടായി. ആ ഭാര്യയോട് കൂടിയിട്ട് ഭഗവാങ്കിൽ തന്നെ ദത്താത്രേയനിൽ തന്നെ മനസ്സ് ഊന്നിക്കൊണ്ടായിരുന്നു സഞ്ചരിച്ചേർന്നത്. അങ്ങനെയാണ് ജീവിച്ചേർന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഒരു ദിവസം കാർത്തവീര്യാർജുനൻ എന്ന പേരായിട്ടുള്ള ഹൈഹയ രാജാവ് ദത്താത്രേയനെ കണ്ടു. അവിടെ തപസ്സിൻ്റെ ഫലമായിട്ട് തന്നെയാണ് കണ്ടത്. ഏതായാലും കണ്ടു കഴിഞ്ഞപ്പോൾ അഷ്ട ഐശ്വര്യങ്ങൾ, സിദ്ധികളാണ് അഷ്ട ഐശ്വര്യങ്ങൾ. അപ്പോൾ 23 സിദ്ധികളും കൊടുത്തിട്ടുണ്ടാവാം. ഏതായാലും അങ്ങനെ സിദ്ധികളോട് കൂടിയിട്ട് പിന്നെ വരങ്ങൾ ധാരാളം കൊടുത്തതിന് ശേഷം ഒടുക്കം വിഷ്ണുവിൻ്റെ കയ്യാൽ മരണവും അങ്ങനെ അനുഗ്രഹിച്ച് വരം കൊടുത്തു എന്ന് ഈ ശ്ലോകം. ഇനി രണ്ടാമത്തെ ശ്ലോകം. സത്യം കർത്തുമഥാർജുനസ്യ ചവരം തർശക്തിമാത്രാനതം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം. ഹരേ, അല്ലയോ ഭഗവാനെ. മേൽപ്പത്തൂര് വിളിക്കുകയാണ്. ഹരേ ഹരതി ഇതി, അല്ലെങ്കിൽ ഹ്രിയതേ അനേന ഇതി ഹരി എന്നതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. സർവം ഹരിക്കുന്ന ഭാവമാണ്. അഥാ അർജുനസ്യ വരം, ഈ അർജുനന് വരം കൊടുക്കപ്പെട്ടപ്പോൾ സത്യം കർത്തും, അത് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് തഥാ ബ്രഹ്മദ്വേഷി, ബ്രാഹ്മണ വിരോധിയായിട്ടുള്ള ഭൂമേഹേ ഭരം, ഭൂമിയുടെ ഈ ഭാരം മുഴുവനും നൃപകുലം, ക്ഷത്രിയ വംശത്തെ ഹന്തും ച, ഹനിക്കാനായിക്കൊണ്ട് ത്വം ഭൃഗുകുലേ, ഈ ഭൃഗുവിൻ്റെ വംശത്തിൽ ജമദഗ്നിയുടെ ആ വീര്യത്തിൽ നിന്നും ജമദഗ്നിയുടെ പുത്രനായിട്ട് രേണുകയിൽ രാമോ നാമ, രാമൻ എന്ന പേരിൽ ഭാർഗവരാമൻ എന്നാണ്. ഭൃഗുരാമൻ, ഭാർഗവരാമൻ. പരശു ആയുധമായതുകൊണ്ട് പരശുരാമൻ. തഥാ ആത്മജേഷു,
അവരുടെ സന്താനങ്ങളിൽ അവരജഹ ഏറ്റവും ഇളയവനായിട്ട് ജമദഗ്നിക്കും രേണുകയ്ക്കും 5 പുത്രന്മാരാണ്. 4 ഏട്ടന്മാരും താഴെ ഈ ഉണ്ണി. അങ്ങനെ ഭാർഗവരാമനായിട്ട് സംജാത. പിത്രോഹോ സമ്മതം അഥാഹ. മാതാപിതാക്കൾക്ക് വളരെയധികം സമ്മതം. അവിടെ എനിക്ക് ഇങ്ങനൊരു വിഷ്ണുവായിട്ടൊരു പുത്രനുണ്ടായി എന്ന് വലിയ മതത്തോട് കൂടിയിട്ട് ആക്കി തീർത്തു. എന്ന് വെച്ചാൽ അച്ഛനമ്മമാർക്ക് വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്തു എന്ന് സാരം. അല്ലയോ ഭഗവാനെ, അതിനുശേഷം അർജുനന് കൊടുക്കപ്പെട്ടതായിട്ടുള്ള ഈ വരം സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, കർത്തവീരാർജുനന് കൊടുത്ത ഈ വരത്തെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അനവധി ബ്രാഹ്മണ വിരോധികളായിട്ടുള്ള ഈ ക്ഷത്രിയ രാജാക്കന്മാരെ ഭൂമിക്ക് ഭാരമായിട്ട് ദുഷ്ടത ചെയ്തുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തി സാധുജനങ്ങളെ, സജ്ജനങ്ങളെ. അപ്പോൾ അവരെ മുഴുവൻ വധിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷാത്ര വീര്യത്തെ, രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭൃഗുവംശത്തിൽ ജമദഗ്നി എന്ന പേരുള്ള മഹർഷിക്ക് രേണുക എന്ന പത്നിയിൽ രാമൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അവരുടെ സന്താനങ്ങളിൽ 5 മക്കളിൽ ഇളയവനായിട്ട് 5ാമനായിട്ട് ജനിച്ചു. മാതാപിതാക്ക്, അച്ഛനമ്മമാർക്ക് വളരെയധികം ആനന്ദത്തെ പ്രദാനം ചെയ്യുകയും ചെയ്തു. ഹരേഹേ, ഹരേ എന്ന സംബോധനയാണ്. അവിടെ ഹരി എന്നുള്ളത് ഈ സുഖവും ദുഃഖവും ഹരിക്കുക, പുണ്യവും പാപവും ഹരിക്കുക, കർമ്മവും ഈ കർമ്മവാക്കി, കാമവാക്കി, കർമ്മവാസന, പാപവാസന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതിനെ മുഴുവൻ ഹരിക്കുക. അപ്പോൾ സുഖം ദുഃഖമൊക്കെ പോവും. ഒന്നുമില്ലാത്തൊരു പുണ്യപാപങ്ങൾ മുഴുവൻ 0 ആയാൽ മാത്രമേ മുക്തി കിട്ടുള്ളൂ. ആ രീതിയിൽ ഹരിക്കുന്ന എന്ന അർത്ഥമാണ്. ഇവിടെ ക്ഷാത്ര തേജസ്സിനെ മുഴുവൻ ഹരിക്കുക എന്ന രീതിയിലും ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതെയാക്കുക എന്ന ഹരിക്കൽ ചെയ്യുന്ന രീതിയിലും ഇവിടെ ഭഗവാനെ ഹരി എന്ന് സംബോധന ചെയ്തു. അങ്ങനെ ഹരേ അഥ അർജുനസ്യ, കാർത്തവീര്യാർജുനസ്യ വരം സത്യം കർത്തും, സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് തഥാ അതിനുശേഷം ബ്രഹ്മദ്വേഷിയായിട്ടുള്ള ബ്രാഹ്മണന്മാരോട് വിരോധം കാണിക്കുന്നതായിട്ടുള്ള ഭൂമേഹേ ഭരം, ഭൂമിയുടെ ഭാരമായിട്ട് തീർന്ന ഈ അഖിലം നൃപകുലം, മുഴുവൻ രാക്ഷസകുലത്തെയും, ഒരു സാത്വികന്മാരായിട്ടുള്ളവരെ ഒന്നും ചെയ്തിട്ടില്ല, ഹന്തും ച, അങ്ങനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ത്വം ഭഗവാനെ അങ്ങ് ശ്രീകൃഷ്ണ ഭൃഗുകുലെ, ഈ ഭാർഗവകുലത്തിൽ ഭൃഗുവിൻ്റെ വംശത്തിൽ ജമദഗ്നിതഹ, ജമദഗ്നി എന്ന മഹർഷിക്ക് രേണുകായാം, രേണുക എന്ന പത്നിയിൽ അമ്മ രേണുക, അച്ഛൻ ജമദഗ്നി, ഇങ്ങനെയായിട്ട് രാമോ നാമ, രാമൻ എന്ന പേരിൽ ഭഗവാനെ അങ്ങ് തഥാ ആത്മജേഷു അവരജഹ, അങ്ങ് ഏട്ടന്മാർ സഹോദരന്മാർ അവരിൽ ഇളയവനായിട്ട്, അവിടെ 4 എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, 4 ഏട്ടന്മാരും ഒടുക്കം ഈ ഉണ്ണി, അങ്ങനെയാണ്. അപ്പോൾ 5ാമനായിക്കൊണ്ട് സംജാത ജനിച്ചു. പിത്രോഹോ സമ്മതം അഥാഹ, അങ്ങനെ അച്ഛനമ്മമാർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്തു. സത്യം കർത്തും അഥ അർജുനസ്യ ച വരം തത് ശക്തി മാത്രാനതം, മാത്രാനതം. അപ്പോൾ അത് സത്യമാക്കി തീർക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ്. സത്യം മാത്രാനതം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിതഃ ഭൃഗുകുലെ ത്വം രേണുകായാം ഹരേ രാമോ നാമ തത് ആത്മജേഷു അവരജഃ പിത്രോഹോ അഥാഹ സമ്മതം. ഇങ്ങനെ പരശുരാമൻ്റെ ജന്മത്തെ അവിടെ പറഞ്ഞു. അവിടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ അവിടെ ഒരു സർവത്ര കൊടുക്കാറുണ്ട്. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇനി 3ാമത്തെ ശ്ലോകം. ലബ്ധാം നായ ഗുണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗ ആസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാം താദാജ്ഞാധികസോദരൈः സതമിമം സോദരൈः സമമിമാം ഛിത്വാഥ ശാന്താൽപിതുസ്തേഷാം തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേ ദാദ്വരൻ, തേ അദാത് വരൻ. 14 വയാഹ, 14 വയസ്സായി. ലബ്ധ ആംനായ ഗണഃ, വേദങ്ങൾ, വേദാംഗങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ എല്ലാം പഠിച്ചു. 16 വയസ്സിലാണ് സാധാരണ വിദ്യാഭ്യാസം പൂർത്തിയാവുക. ഭഗവാൻ 14ാമത്തെ വയസ്സിലെല്ലാം
എല്ലാ വിദ്യകളും പൂർത്തിയായി. ത്വം ഗന്ധർവരാജെ, ഗന്ധർവരാജനായിട്ടുള്ള ചിത്രരഥനിൽ നിന്ന് മനാക്ക് ആസക്താം, സ്വല്പം ഒരു ആസക്തിയുള്ളവനായിട്ട് തീർന്ന, മാതരം പ്രതി അമ്മയുടെ നേരെ, ക്രോധാകുലസ്യ പിതുഹു കോപാകുലനായി തീർന്ന പിതാവിൻ്റെ ആജ്ഞയ, താതാജ്ഞാധിക സോദരൈഹി അച്ഛൻ്റെ ആജ്ഞ ലംഘിച്ചതായിട്ടുള്ള സോദരന്മാരോടുകൂടി, ഇമാം ഛിത്വ ഈ അമ്മയെ കൂടി ശിരച്ഛേദം ചെയ്തിട്ട് വധിച്ചിട്ട്, അധ ശാന്താത് അതിനുശേഷം ശാന്തനായി തീർന്നപ്പോൾ, പിതുഹു പിതാവിൽ നിന്ന്, തേഷാം അവരുടെ ജീവനയോഗം ഈ ജീവിതം നേടുക എന്ന വരഹ ആപിധ കില നേടി. അത് വരമായിട്ട് അച്ഛനിൽ നിന്നും ശരിക്കും പിടിച്ചു വാങ്ങി എന്നർത്ഥം. അതാണ് മാതാച്ച തേ വരാൻ അതാത്, അങ്ങനെ അമ്മയ്ക്ക് ആ വരത്തെ നൽകുകയും ചെയ്തു എന്നിപ്രകാരം പറഞ്ഞു. 14 വയസ്സ് ആയപ്പോഴേക്കും വേദാന്തങ്ങളെല്ലാം പഠിച്ചതായിട്ട് ഭാർഗവരാമൻ അല്ലെങ്കിൽ പരശുരാമൻ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു. ആ സമയത്താണ് ഈ വളരെ യാദൃശ്ചികമായിട്ടൊരു കാരണമുണ്ടാവുകയാണ്. ഗന്ധർവ രാജാവായിട്ടുള്ള ചിത്രരഥൻ ഒരിക്കൽ ഭഗവാന്റെ അമ്മയിൽ ചെറിയ ഒരു കൗതുകത്തെ ഉണ്ടാക്കി. അത് സാധാരണ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണലുകൊണ്ട് ഈ കുടം ഉണ്ടാക്കും. പാതിവ്രത്യ ശക്തി കൊണ്ട് ഈ പുഴയിലത്തെ വെള്ളം സ്നാനാദി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ശുദ്ധമായിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ ഒരു കുടം ഉണ്ടാക്കി ആ കുടത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് പതിവ്. അപ്പം അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണെങ്കിലും ആ സമയത്ത് ചിത്രരഥൻ അവിടെ ഗന്ധർവ രാജാവ് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്സരസുകളൊക്കെ ഉണ്ട്. ആ ജലക്രീഡ് കണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നിങ്ങനെ നോക്കി നിന്ന് പോയി. അപ്പോൾ അതിൽ ആസക്തി ഉണ്ടായി എന്നാണ് പറയണത്. പക്ഷെ ഒട്ടും ആസക്തി ഉണ്ടായിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരിക. കാരണം ഈ രേണുക എന്നുള്ളത് ജമദഗ്നിയുടെ പത്നിയാണ്. മാത്രമല്ല പരശുരാമൻ്റെ അമ്മയായില്ലേ. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുമോ? എങ്കിലും അവിടെ വെള്ളം എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ബോധത്തിൽ വന്നപ്പോഴാണ് അയ്യോ നേരം വൈകിയല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ആ കുടം ഉണ്ടാക്കിയപ്പോൾ പാതിവൃത്യം കൊണ്ട് അത് കുടം ഉണ്ടാവുകയും ചെയ്തു, വെള്ളം കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ എവിടെ എത്തിയപ്പോഴേക്കും നേരം വൈകി. ആ ഉദ്ദേശിച്ച സമയത്തിൽ ലേശം വൈകി പോയി കഴിഞ്ഞപ്പോൾ ഈ ജമദഗ്നിക്ക് ശുണ്ഠി വന്നു. അപ്പോൾ അമ്മയെ വധിക്കാൻ വേണ്ടിയിട്ട് മക്കളെ ഓരോരുത്തരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പാതിവ്രത്യം ഇല്ലാത്തയാൾ ഈ ജ്ഞാനം കൊണ്ട് നേടി, മറ്റെവിടെ ഇരുന്നിട്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായി അമ്മ തെറ്റ് ചെയ്തിറക്കണു, അമ്മയെ വധിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ അമ്മയെ വധിക്കണം എന്നാണ്. അത് അമ്മയാണ് വധിക്കേണ്ടത്, പറ്റില്ല എന്ന് പറഞ്ഞു മക്കളെ. 4 ആളും പറഞ്ഞു പറ്റില്ല എന്ന്. അപ്പോൾ ഈ പരശുരാമൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പരശുരാമൻ വന്നപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞ് കൂട്ടാക്കിയില്ല. അപ്പോൾ എന്താ കാര്യം എന്നായി. അപ്പോൾ പറഞ്ഞു, അമ്മ അങ്ങനെ പോയപ്പോൾ ചിത്രരഥൻ്റെ കുളിയും കണ്ടു നിന്നു. എനിക്കിവിടെ തേവാരത്തിന് നേരം വൈകി വെള്ളം കൊണ്ട് ഞാൻ ശിക്ഷ വിധിച്ചത് അമ്മയെ വധിക്കുക എന്നുള്ളതാണ്. 4 മക്കളോടും ഞാൻ പറഞ്ഞു കൂട്ടാക്കിയില്ല, നീ ചെയ്യണം എന്ന് പറഞ്ഞു. ഓ ശരി, അപ്പം ചെയ്തു. അമ്മയെ വധിച്ചു, കഴുത്തറുത്തു എന്നാണ്. മക്കളെ ഇപ്പോൾ ഏട്ടന്മാരെയും കൊല്ലണം എന്ന് പറഞ്ഞു. ഏട്ടന്മാരെയും കൊന്നു. അച്ഛൻ്റെ ആ ഉദ്ദേശത്തെ കാര്യം നടത്തി കഴിഞ്ഞപ്പോൾ എന്താ വരം വേണ്ട ചോദിച്ചു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, ഇവരെല്ലാവരും ഇപ്പം തന്നെ ജീവിക്കണം. ഞാൻ വധിച്ചു എന്നുള്ള അവർക്ക് തോന്നുക പോലും ഉണ്ടാവും, സംശയം പോലും തോന്നരുത്. ഉറക്കത്തുനിന്ന് എണീറ്റ് വന്ന പോലെ വേണം എന്ന് പറഞ്ഞു. ഓ ശരി, തഥാസ്തു. അപ്പോൾ അതേപോലെ ജീവനും കൊടുത്തു. പിന്നെ കഴുത്ത് ഛേദിക്കലുണ്ടായോ? ഒന്നുമില്ല. അവർക്ക് അങ്ങനെയൊന്നും വിചാരേ ഉണ്ടായില്ല. അപ്പം അങ്ങനെയുള്ള ആ അച്ഛനും അങ്ങനെയുള്ള മകനും അങ്ങനെയുള്ള അമ്മയും ഏട്ടന്മാരും അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഈ ഭഗവാൻ അവതരിച്ചത്. ഇതാണ് ലബ്ധ ആംനായ ഗണഃ ചതുർദശ വയ ഗന്ധർവ രാജേ മനാഗ് ആസക്താം കില മാതരം പ്രതി പിതു ക്രോധ ആകുലസ്യ ആജ്ഞയ താതാജ്ഞാധിക സോദരൈഃ സമം ഇമാം ഛിത്വ അധ ശാന്താത്
പിതുഃ തേഷാം ജീവനയോഗം ആപിധ വരം മാതാ ച തേ അദാത് വരാൻ എന്ന് പദച്ഛേദം. ചതുർദശവയാः ലബ്ധാംനായഗണः ത്വം ഗന്ധർവരാജേ മനാക് ആസക്താം മാതരം പ്രതി ക്രോധാകുലസ്യ പിതുഃ ആജ്ഞയാ താതാജ്ഞാദിക സോദരൈഃ ഇമാം ചിത്വാ അഥ ശാന്താത് പിതു തേഷാം ജീവനയോഗം വരഃ ആപിധ കില മാതാ ച തേ വരാൻ അദാത് എന്ന് അന്വയം. ലബ്ധാംനായഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതി പിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താതാജ്ഞാദികസോദരൈः സമമിമാം ചിത്വാഥ ശാന്താത് പിതുഃ തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേതാദ്വരാൻ. ഇങ്ങനെ മൂന്നാമത്തെ ശ്ലോകവും പറഞ്ഞു. നമുക്ക് നാലാമത്തെ ശ്ലോകം അടുത്തേല് പറയാം. നാരായണ നാരായണ.